السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد وعلى أصحابه الفائزين برضا الله. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള പ്രസ്ഥാന ആദർശ ബന്ധുക്കളെ, കണ്ണേറ് ഉറുക്ക് മന്ത്രം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകുവാനുള്ള 3-4 ചോദ്യങ്ങളും അതിനുള്ള മറുപടിയുമാണ് ഉദ്ദേശിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിഷയം പഠിക്കുവാനുള്ള എളുപ്പമെന്ന നിലയ്ക്ക് ഉണർത്താനുള്ളത്, ഈമാൻ മനുഷ്യനെ എല്ലാ നിലയ്ക്കും പരസ്പരം അടുപ്പിക്കുവാനുള്ളതാണ്, അകറ്റുവാനുള്ളതല്ല. പരസ്പരം വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുവാനുള്ളതാണ്. സംശയത്തിന്റെ നിഴൽ നിർത്തിയിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുവാനുള്ളതല്ല. ഇത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന പ്രമാണത്തിന്റെ ഭാഗമാണ്. ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന ഒരു ശരിയായ തത്വമാണ്, മാനവികതയുടെ ഭാഗമാണ്. പരസ്പര വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക, അവിടെയാണ് ഈമാൻ ഉൾക്കൊണ്ട ആളുകൾക്ക് അമ്നുണ്ടാവുക. അമ്ന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം. അന്ധവിശ്വാസങ്ങൾ എന്ന നിലയിൽ നമ്മൾ പരിചയപ്പെടുന്ന എല്ലാ വിഷയങ്ങളും സങ്കല്പങ്ങളാണ്. അതിന് ഖണ്ഡിതമായ രേഖകളില്ല, ഉറപ്പില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിനെ സംബന്ധിച്ച് പറഞ്ഞ വിഷയം, ഈ യത്തബിഊന ഇല്ലല്ലന്ന, അവർ ഊഹങ്ങളെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. ഊഹങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനെ നിർഭയമായി ജീവിക്കുവാനുള്ള അവസരമൊരുക്കുകയാണ് ഇസ്ലാം മതബോധത്തിലൂടെ മനുഷ്യന് സമ്മാനിക്കുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉറുക്കും ഏലസും കെട്ടി രോഗശമനവും ആഗ്രഹ സബലീകരണവും പ്രതീക്ഷിക്കുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണോ? നമുക്കറിയാവുന്ന അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്. മനുഷ്യർ പ്രയാസങ്ങളിൽ മാത്രമാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്, അല്ലെങ്കിൽ ദുരാഗ്രഹം കൊണ്ടാണ്. ഇന്നുവരെ ജീവിതത്തിൽ ഗുണം ലഭിച്ച, ജീവിതത്തിൽ മെച്ചങ്ങൾ ലഭിച്ച, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ആരും ഇത്തരം വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന കേന്ദ്രങ്ങളിലേക്കോ അവരുടെ സഹായങ്ങൾക്കോ പോകാറില്ല. ഉദാഹരണം പറയാം. ഒരാൾക്ക് 8 മക്കളുണ്ട് എന്ന് ധരിക്കുക. എല്ലാ മക്കളും സുന്ദരന്മാരും സുന്ദരിമാരും, എല്ലാ കുട്ടികളും ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും, മിടുക്കന്മാരും മിടുക്കുകളും. അങ്ങനെയുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെയോ മന്ത്രവാദിയുടെയോ അരികത്ത് പോയിട്ട് ചോദിച്ചിട്ടുണ്ടോ, എനിക്കെന്താ ഇങ്ങനെ, എന്റെ മക്കളെല്ലാം നല്ല മക്കൾ, 7-8 മക്കളുമുണ്ട്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ചു പോവുകയോ അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? മനുഷ്യ ചരിത്രത്തിലുണ്ടാവില്ല. ഒരാൾ കച്ചവടം തുടങ്ങിയപ്പോൾ 1-ാമത്തെ ദിവസം ലാഭം കിട്ടി, 2-ാമത്തെ ദിവസം അതിനേക്കാൾ ലാഭം കിട്ടി. അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പോലും നഷ്ടം വരാതെ ഓരോ ദിവസവും മെച്ചപ്പെട്ട ലാഭം നേടിയ ആരെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഏലസുകളോ
മന്ത്രങ്ങളോ ഉറുക്കുകളുമായി ബന്ധപ്പെട്ടതായിട്ട് ലോക ചരിത്രത്തിലുണ്ടോ? ആദം നബി മുതൽ ഇതുവരെയുള്ള വിഷയം പറയുന്നത് ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും പോയിട്ടുള്ളതുണ്ടോ? ഒരാൾ പ്രധാനമന്ത്രിയായി എന്നിരിക്കട്ടെ, പ്രധാനമന്ത്രിയായ വ്യക്തി ഒരിക്കലും ഞാൻ എങ്ങനെ പ്രധാനമന്ത്രിയായി എന്നറിയാൻ പോയിട്ടില്ല. പക്ഷെ അയാൾക്കൊരു മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമ്പോൾ ഒരുപക്ഷെ അയാൾ അന്വേഷിക്കാൻ പോകുന്നു, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടായി എന്ന്. അടിസ്ഥാനപരമായി നമുക്ക് വിഷയം മനസ്സിലായി. എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പ്രധാനമായും പറഞ്ഞൊരു വിഷയം, മനുഷ്യനുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും ആ പ്രയാസങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യലാണ് ഈമാൻ. അതേസമയം നന്മയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു വെച്ചു എന്നതിനപ്പുറം അതിനെ ശക്തമായ ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടില്ല. ഉണർത്തിയത് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. എങ്ങനെയൊക്കെ പരീക്ഷിക്കും? നിങ്ങളുടെ പ്രയാസം, കഷ്ടപ്പാടുകള്, ദുരിതങ്ങള്, പട്ടിണി, പരിവട്ടം, സാമ്പത്തിക നഷ്ടം, കായികനികളുള്ള നഷ്ടം, അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർ മരണപ്പെടുന്നതിലുള്ള നഷ്ടം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. വബശ്ശിരിസ് സാബിരീൻ. ആ സന്ദർഭത്തിലൊക്കെ ക്ഷമ കൈക്കൊള്ളുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നത്, മറ്റവർക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലത്ത് സന്താനങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. വഫാത്താകുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ ആരുടെയെങ്കിലും മക്കൾ ഇങ്ങനെ ഒരു 5-6 മക്കളുണ്ടായിരുന്ന ഒരാളുടെ മക്കളൊക്കെ ഇങ്ങനെ മരണപ്പെടുകയാണ് 2 വർഷം കൂടുമ്പോൾ, 3 വർഷം കൂടുമ്പോൾ, അല്ലെ? ഇതിലെന്തായിരിക്കും അവസ്ഥ? അവര് വേറെ വഴികൾ തേടുകയാണ്, അന്വേഷിച്ചറിയുന്നു. അല്ലാഹ് കാരണം പറഞ്ഞു കൊടുത്തു, പക്ഷെ ആ കാരണത്തിൽ നിന്ന് മാറുകയാണ്. എങ്ങോട്ടാ മാറ്റം? മാറിയിട്ട് ഇങ്ങനെ പോയി ചോദിക്കുന്നു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഉണ്ടാകുന്നു, അല്ലെ? അപ്പോ അവരെന്ത് ചെയ്യും? അവര് ഇരയെ കാത്തിരിക്കുകയാണല്ലോ, ഇരയെ കാത്തിരിക്കുകയാണ്. അപ്പൊ അവര് പറയും, ഓരോന്നും ഓരോ രൂപത്തിലാണല്ലോ. ഒരു തമാശ പറയാണ്, തിങ്കളും ചൊവ്വയും ബുധനും തൊട്ടടുത്തടുത്താണ്, പിന്നെ അതിനുശേഷം വ്യാഴവും വെള്ളിയും വരും, പിന്നെ ശനിയും ഞായറും വരും, അല്ലെ? ഈ രൂപത്തിലാണല്ലോ ഗ്രഹങ്ങളുടെ നില പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ മേൽക്കൂര മുകളിലാണ്, കന്നിമൂലയെ പരിഗണിച്ചില്ല, ബാത്റൂം ആ സൈഡിലായിപ്പോയി, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ എന്തായി? അറിഞ്ഞു, സംഭവം എന്താണെന്ന് അറിഞ്ഞു, ഇത്രേ വേണ്ടു, അല്ലെ? അവർക്ക് പൈസ കൊടുക്കുകയാണ്. മുമ്പൊരു കഥ കേട്ടതുപോലെയാണ്, ഒരു തമാശ കഥയുണ്ട്. ഒരു കുന്നിന്റെ മുകളിൽ ഒരു വീട്, നല്ല ചൂടുള്ള വേനൽക്കാലം. പോസ്റ്റ്മാൻ ഇങ്ങനെ കത്ത് കൊണ്ടുപോകുമ്പോ ഒരു ചെറിയ ഇല്ലന്റ് കിട്ടി. ഇല്ലന്റല്ല, കാർഡ്, പണ്ട് കാർഡ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് അവിടെ സുഖമാണെന്ന് പറഞ്ഞതിൽ സന്തോഷം, എനിക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പോസ്റ്റ്മാൻ പറഞ്ഞു, അവിടെയും സുഖം ഇവിടെയും സുഖം, പിന്നെ ഞാനെന്തിന് ഇത്ര കഷ്ടപ്പെട്ട് ഈ കുന്ന് കയറുന്നു? അയാൾ അവർ കീറിയിട്ട് കളഞ്ഞു. ഇതുപോലെ ഇവരുടെ സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടിയിരിക്കുന്നു, പൈസ അങ്ങോട്ട് കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷമായി. ഇവർക്കെന്താ വേണ്ടത്? അള്ളാഹ് പറഞ്ഞതല്ല, അതിനപ്പുറം എന്താണെന്ന് അറിയണം, അല്ലെ? അവരുടെ ഈമാൻ പൂർണ്ണമാകുന്നില്ല. മാത്രമല്ല, ഈമാൻ പൂർണ്ണമാകാത്തവൻ മുസ്ലിമും അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചതിൽ 6-ാമത്തേതാണ് വൽ ഖദ്രി ഖൈരിഹി ശരിഹി മിനല്ലാഹി തആല. നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം എവിടെ നിന്നാണ്? പരശുവിന്റെ അടുക്കൽ നിന്നാണ്, അല്ലെ? അപ്പൊ നന്മ വരുമ്പോൾ അള്ളാഹുവിൽ നിന്നാണെന്നും തിന്മ വരുമ്പോൾ അയൽവാസിയുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നാട്ടുകാരുടെ കുഴപ്പമാണ്, വീട് അങ്ങോട്ടായാലുള്ള കുഴപ്പമാണ്, അതിന്റെ കന്നിമൂല ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ അവിടെയും ഈ ഉറുക്കും ഏലസുകളും കടന്നു വരുന്നുണ്ട്. ഉറുക്ക് ഏലസും വെറും മനുഷ്യന്റെ കയ്യിൽ കെട്ടുന്നതാണെന്ന് വിചാരിക്കണ്ട. വീട് വെച്ച് കഴിയുമ്പോൾ വീടിന്റെ 4 മൂലയ്ക്ക് ഉറുക്ക് ഏലസൊക്കെ കാണാം. കുപ്പിയിൽ അടച്ചിട്ട് ചെയ്തിട്ടുണ്ട്, തകിട് എന്റെ ഉള്ളിലാക്കിയിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. കോൺക്രീറ്റ് വെക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കോൺക്രീറ്റ് പൊളിച്ചു കളയാൻ, അല്ലെ? അതിനെ സംരക്ഷിക്കാനാണ് 4 മൂലയ്ക്ക് തട്ടിയാൽ പൊട്ടുന്ന കുപ്പി, അല്ലെ? അതിന്റെ അകത്ത് തകിടും. ഈ തകിട് കണ്ടാൽ വളരെ രസകരമായ പരിപാടിയാണ്. സ്കൂളിൽ പോകാത്ത ആളെ പോലെ 1, 7, 6, 3, 9, 12, അല്ലെ? 1.5 വയസ്സുകാരൻ എണ്ണം പഠിക്കും പോലത്തെ കോലത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തകിടിന്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെ? ചോദിക്കാൻ പോയാൽ മറുപടി ഉണ്ട്. എന്താണ്? 1 ജിബ്രീൽ,
2 അസ്രായേല്, 3 മീകായേല്, പിന്നെ ഇതിന്റെ ഇടയ്ക്ക് അള്ളാഹ്ക്കും മുഹമ്മദിനും സ്ഥാനം എവിടെയും കൂടെയൊക്കെ ഉണ്ടാവും അല്ലെ? ഈ രൂപത്തിൽ കൊടുക്കുന്നു. എന്താ കാരണം? നിഗൂഢതകൾ സൃഷ്ടിക്കുക, അറിയരുത് അല്ലെ? അതിന്റെ ഭാഗമായിട്ടാണ് അറബിയിൽ അബിജദ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അബിജദ് എന്ന് പറഞ്ഞാൽ സംഖ്യകൾക്ക്, അക്ഷരങ്ങൾക്ക് സംഖ്യകൾ നൽകിയിട്ട് പരിപാടി. അങ്ങനെയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്തായത് 786 വന്നത്. നല്ല പരിപാടി അല്ലെ? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം സുതാര്യമാണ്. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും സുതാര്യമാണ്. എല്ലാ മനുഷ്യനും മനസ്സിലാകണം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, പരമകാരുണ്യവാനും കരുണാനിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ അല്ലെ? ഇത് ഒരു ഓട്ടോറിക്ഷയിലോ ബസ്സിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയും നമ്മൾ കാണുന്നു. അതിന്റെ മലയാള അർത്ഥവും കണ്ടാൽ ഏത് മതത്തിൽപ്പെട്ട ആള് കയറി വന്നാലും അയാൾക്ക് മനസ്സിലായി എന്ത്? കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവം ഒരു സന്ദേശം കൈമാറി. 786 കണ്ടാൽ ഇവർക്കാർക്കും സന്ദേശം കിട്ടുന്നില്ല. മാത്രമല്ല നിഗൂഢതകൾ സൃഷ്ടിച്ചു. എന്താ? ഇത് മുസ്ലിങ്ങളുടെ എന്തോ സീക്രട്ട് പരിപാടിയാണ്, നമ്മൾ അറിയാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കി അല്ലെ? ഇങ്ങനെ എല്ലാം കൂടി സംഖ്യയിലാക്കിയാൽ, ബാങ്കൊക്കെ സംഖ്യയിലാക്കിയാൽ ഒന്ന് ആലോചിച്ചു നോക്കെ അല്ലെ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 1236 1236 എന്നൊക്കെ വിളിച്ചിട്ട് അല്ലെ? ഫാത്തിഹ ഓതുന്നത്, ഫാത്തിഹ ഓതുക ഇതിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലിൻ 2376 ആമീൻ 37 അങ്ങനെയുണ്ട് പരിപാടി അല്ലെ? അത് നിഗൂഢതകൾ സൃഷ്ടിക്കുക. ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്, മനുഷ്യ ചൂഷകരുടെ കടന്നുകയറ്റത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. അപ്പോ കയ്യിൽ കെട്ടുന്നത് മാത്രമല്ല, വീട്ടില് അതുപോലെ തന്നെ വാഹനങ്ങളിലെ സുരക്ഷയ്ക്ക്, കച്ചവടത്തിന്റെ സുരക്ഷയ്ക്ക് ഇതെല്ലാം ഉറുക്കും ഏലസുകളും എന്ന ഗണത്തിൽപ്പെടുന്നവയാണ്. പല തരത്തിലുണ്ട്. കഴുത്തിൽ കെട്ടുന്നവയുണ്ട്, അരയിൽ കെട്ടുന്നവയുണ്ട്, കയ്യിൽ കെട്ടുന്നവയുണ്ട് എന്ന് വേണ്ട പല നിലയ്ക്കും ഇത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തെയും പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്ത്. നോക്കൂ, താങ്കൾ കാണുന്നില്ലേ? ആരെ? ഊതു നസീബൻ മിനൽ കിതാബി, വേദഗ്രന്ഥത്തിന്റെ ഓഹരി കിട്ടിയവർ എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളാണെന്ന് പറയുന്നവർ. ജൂതന്മാരുടെ വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. ജൂതന്മാർ വേദഗ്രന്ഥത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കുന്നു. അങ്ങനെ പറഞ്ഞു നടന്നിട്ട് യുഅ്മിനൂന ബിൽ ജിബ്ത്, ഇങ്ങനെയുള്ള ആഭിചാര കർമ്മങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി യോജിക്കില്ല അല്ലെ? ഒന്നേൽ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ അത് വിട്ടിട്ട് അന്ധവിശ്വാസത്തിലേക്ക് പോവുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകൂല. ദുർമൂർത്തികളിലും ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ട് എന്ന് വിചാരിക്കാം അല്ലെ? എന്നിട്ട് യക്ഷിയും ചാടനും മാടനും ചാത്തനും കുട്ടിച്ചാത്തനും എന്ന് വേണ്ട സകലമാന പരിപാടികൾ വേറെ ഓരോ നാട്ടിലും ഓരോ രൂപത്തിൽ വേറെ വേറെ പേരുകളുണ്ടാവും. പോക്കാച്ചി എന്ന് പറയുന്ന ചില സാധനങ്ങൾ താകൂത്തുള്ള സ്ഥലങ്ങൾ വരെയുണ്ട്. അങ്ങനെ പല നാട്ടിലും പല രൂപത്തിൽ പറയുന്നുണ്ടാവും അല്ലെ? അങ്ങനെയല്ലേ ഓരോ നാട്ടിലും? എങ്ങനെ? നിങ്ങളുടെ നാട്ടിലും ഓരോ നാട്ടിലും ഓരോ രൂപത്തിലുള്ള സാധനങ്ങളുണ്ടാവും. ഇതിലൊക്കെ ഇതിൽ കൂട്ടാം താകൂത്ത് അല്ലെ? എന്നിട്ട് അവരൊക്കെ നമ്മുടെ രക്ഷാശിക്ഷകൾ നിശ്ചയിക്കുന്നു എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നു? മനുഷ്യന്മാർ തെറ്റിദ്ധരിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണിതെല്ലാം. യഖൂലൂന ലില്ലദീന കഫറു, എന്നിട്ട് ഈ ജൂതന്മാർ പറഞ്ഞു വരത്തിയ ഒരു വിഷയം കൂടിയുണ്ട്. യഖൂലൂന, അവർ പറയും, ലില്ലദീന കഫറു, സത്യനിഷേധികളോട്, സത്യനിഷേധികളായ മുസ്ലിങ്ങളെ എതിർത്തിരുന്ന ആളുകളോടൊക്കെ ഇവർ പറഞ്ഞിരുന്നത്, ഹൗലായി അഹ്ദാ മിനല്ലദീന ആമനു സബീല, ഇത് ഈ യഥാർത്ഥ മുഅ്മിനീങ്ങളെക്കാൾ, അതായത് മുസ്ലിങ്ങളെക്കാളും ഒക്കെ നേർമാർഗം പ്രാപിച്ച ആളുകൾ ഞങ്ങളാണ് എന്ന്. മനസ്സിലായോ വിഷയം? ഒരിക്കൽ കൂടി പറയാണ് ആ വിഷയം, ശരിക്കും പഠിക്കേണ്ടത്. ആയത്ത് നമ്പർ 1 നോട്ട് ചെയ്ത് വെക്കാം. സൂറത്ത് നിസായിലാണ്. സൂറത്ത് നിസായിലെ 51-ാമത്തെ ആയത്താണ് ഈ വിഷയം പറയുന്നത്. അതിന്റെ തൊട്ടു മുമ്പിൽ ഷിർക്ക് അള്ളാഹു പൊറുക്കാത്തതാ പാപമാണെന്ന് പറയുകയും ഷിർക്ക് വരുന്ന കാരണങ്ങളും ഷിർക്ക് വരുന്ന മേഖലകളും പറഞ്ഞ ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറയുന്നത്. ഖുർആനിലെ ഓരോ ആയത്തുകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ വേദഗ്രന്ഥത്തിന്റെ ഓഹരി കിട്ടുകയും എന്നിട്ട് ഈ ദുർമൂർത്തികളിലും അതുപോലെ ആഭിചാര കർമ്മങ്ങളിലും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ജൂതന്മാരെ പറ്റി. എന്നിട്ട് അവർ പറയുകയും ചെയ്യുന്നുണ്ട്, ഹൗലായി അഹ്ദാ മിനല്ലദീന ആമനു സബീല, ഞങ്ങളാണ് ഇവരെക്കാളും മെച്ചപ്പെട്ട ഈമാനുള്ള ആളുകൾ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ അല്ല. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകില്ല. ഒന്നുകിൽ ഈമാൻ, അള്ളാഹുൽ മുഴുവനായി വിശ്വസിച്ച് മുന്നേറുക. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത, അല്ലെ? എല്ലാം അള്ളാഹുവിലാണ് ബന്ധിപ്പിക്കുന്നത്. അള്ളാഹുവെ നീ തന്നാൽ തടയാനും ആളില്ല, തടഞ്ഞാൽ തരാനും ആളില്ല. വൽ ഖദ്രി ഖൈരിഹി ശരീഹി മിനല്ലാഹി തആല, നന്മയും തിന്മയും സന്തോഷകരമായ കാര്യങ്ങളും പ്രയാസകരമായ കാര്യങ്ങളും
അള്ളാഹുവിന്റെ വിധിയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാകുന്നു. എങ്കിലേ ഒരാൾ മുഅ്മിനാവുള്ളൂ. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു മെച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രോഗശമനത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഒരു ഏലസോ ഉറുക്കോ കെട്ടിയാൽ അയാളുടെ വിശ്വാസം ഇതിലേക്ക് പോകുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തഅല്ലക ഷൈഅൻ, എന്തെങ്കിലും ആയിക്കോട്ടെ, മൻ തഅല്ലക ഷൈഅൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കെട്ടി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതിയിട്ടാകാം, അല്ലാതെയാകാം, ഇനി വേറെ എന്തെങ്കിലും ജപിച്ചിട്ടാകാം, മന്ത്രിച്ചിട്ടാകാം, എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഉക്കില ഇലൈഹി, അവൻ അതിൽ ഭരമേൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അതിൽ ഭരമേൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പൊ ഒരാൾക്ക് ഖുർആനിലെ ആയത്ത് എഴുതി കെട്ടാനും അനുവാദമില്ലാന്ന്. കാരണം ഖുർആനിലെ ആയത്ത് ഇങ്ങനെ എഴുതി കെട്ടുവാനുള്ളതല്ല. എഴുതി കെട്ടുമ്പോൾ അത് പ്രതീകമായി മാറുകയാണ്. ഇസ്ലാം ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്നത് എല്ലാ വിഷയങ്ങളും ഒരു വ്യക്തിയുടെ മനസ്സും അള്ളാഹുവും തമ്മിൽ അടുത്തു നിൽക്കേണ്ട ബന്ധത്തിന്റെ ഭാഗമാകുന്നു. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിൽ വരീദ്, അള്ളാഹ് നമ്മളോട് വളരെ അടുപ്പം പുലർത്തുന്നു. അപ്പൊ നമ്മളെന്താ വേണ്ടത്? അകന്നകന്ന് മാറിക്കണോ? വേണ്ട, അള്ളാഹുവിനോട് അടുപ്പം നിലനിർത്തുക, അല്ലെ? അപ്പോ രണ്ടു വസ്തുക്കൾ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് എങ്കിൽ അതിനിടയിൽ മൂന്നാമതൊരു സാധനം, അതല്ലാത്ത ആ രണ്ടു വസ്തുക്കളല്ലാത്ത ഒരു സാധനം വന്നാൽ അവൻ എന്ത് ചെയ്യും? ഗ്യാപ്പൊന്നില്ലേ? അപ്പൊ അള്ളാഹുമായുള്ള ബന്ധവിച്ഛേദനമാണ് ഇത്തരം വിഷയങ്ങൾ. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ പാടില്ല. അതിന് എങ്ങനെയാണെങ്കിൽ പോലും ഖുർആൻ ഓതിക്കെട്ടുന്നതാണെങ്കിൽ പോലും അത് പാടില്ലാത്ത വിഷയം ആകുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും കെട്ടിയാൽ, എന്തെങ്കിലും എന്ന് പറയുന്നതിൽ എന്തുണ്ട്? ഇനി ഖുർആൻ ഓതിക്കെട്ടിയാലും ഖുർആനിന്റെ ആയത്തുകൾ എഴുതി കെട്ടിയാലും ഒക്കെ അത് അങ്ങനെ തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ ചില ഹദീസുകൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോവാണ്. അൻ ഇമ്രാൻ ബിൻ ഹുസൈൻ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്സറ അല അലിദി റജുലിൻ ഹൽഖത്തൻ ഫഖാല വൈഹഖ് മാ ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ അടുക്കൽ പോയപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചരട് കണ്ട്, ഒരു ഹൽക്കത്ത്, ഒരു വളയം. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, പറഞ്ഞു ഫഖാല വൈഹഖ് മാ ഹാദാ, ഇവിടെ ഇത് വല്ലാത്ത നാശമാണല്ലോ, ഇതെന്താണ് എന്ന് ചോദിച്ചു. ഖാല മിനൽ വാഹിന, അദ്ദേഹം പറഞ്ഞു ഇതെനിക്ക് ഈ വാതരോഗം വന്നിട്ട് ഞാൻ അതിന്റെ ശമനത്തിന് വേണ്ടിയിട്ട് കെട്ടിയതാണെന്ന്. റസൂലുള്ളാഹി പറഞ്ഞു ഖാല ഇമ്മ അന്നഹാ ലാ തസീദക ഇല്ലാ വഹനൻ, ഇത് നിന്റെ വാതരോഗത്തെ വർദ്ധിപ്പിക്കല്ലാതെ കുറയ്ക്കൂല. അതുകൊണ്ട് അംബിഹ, നീ അത് ഊരിക്കളയണം. ഫൈന്നക ലൗ മിത്ത, നീ മരണപ്പെടുകയാണെന്ന് കൂട്ടിക്കോ. വഹിയ അലൈക, നീ ഇതും വെച്ചോണ്ട് നീ ഉറുക്കം കെട്ടിയിട്ട് മരിക്കുകയാണ് എങ്കിൽ മാ അഫ്ലഹത അബദൻ, നീ ഒരിക്കലും വിജയം പ്രാപിക്കൂല. ഇത് അഹ്മദും ഇബ്നു ഹിബ്ബാനും ഹാക്കിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഇനി അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ തഅല്ലക തമീമത്തൻ ഫലാ അതമല്ലാഹു ലഹു വമൻ തഅല്ലക വദഅതൻ ഫലാ വദഅ അല്ലാഹു ലഹു. എന്താണ്? ഒരാള് ശരീരത്തിൽ ഏലസ് കെട്ടിയാൽ അള്ളാഹു അവന്റെ രോഗശമനം പൂർത്തിയാക്കി കൊടുക്കാതിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുകയാണ് അങ്ങനെ ചെയ്ത ആളുകളെ. ഇനിയോ ആരെങ്കിലും രക്ഷാകവടി കെട്ടിയാൽ, രക്ഷാകവടി എന്ന് വെച്ചാൽ ഈ ചിപ്പി, അതുപോലെ തന്നെ കടലിൽ നിന്ന് കിട്ടുന്ന ചില സാധനങ്ങൾ, അതുപോലെ തന്നെ ഈ നഖങ്ങളൊക്കെ ഉണ്ടല്ലോ, പുലിയുടെ, അതുപോലെ തന്നെ മറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കെട്ടുന്നതാണ്. അങ്ങനെയുള്ളത് കെട്ടിയാൽ അവന്റെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്താതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല ചില സഹാബിമാര് ചിലരെ കാണാൻ ചെന്ന സന്ദർഭത്തിൽ രോഗസമയത്തൊക്കെ പോയപ്പോ ഇങ്ങനെയുള്ള ഉറുക്കും ഏലസും ഒക്കെ കണ്ടപ്പോൾ അവരതിനെ അഴിച്ചു മാറ്റിയിട്ട് അവരോട് വാള് പറയുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പല പണ്ഡിതന്മാരും പല ഗ്രന്ഥത്തിലും ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ വിഷയത്തില് സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച ആളുകൾ, അതായത് ഇബ്രാഹിമു അൻ-നഖി റളിയല്ലാഹു അൻഹു പറയാണ് വകാന യുകീഹുന തമായിമ കുല്ലഹ മിനൽ ഖുർആനി വഗൈറൽ ഖുർആൻ. നോക്കൂ, അവർ സഹാബികൾ എല്ലാതരം ഏലസുകളെയും വെറുത്തിരുന്നു, ഖുർആൻ കൊണ്ടായിരുന്നാലും അല്ലെങ്കിലും. ഇത് നസായിയുടെ ശറഹിൽ
കാണാവുന്ന ഒരു വിഷയമാണ്. അപ്പോ സഹാബിമാര് എല്ലാത്തരം ഏലസുകളെയും വെറുത്തിരുന്നു എന്നുള്ളതാണ്. ഇനി ഖാദി അബൂബക്കർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ തുർമുദിയുടെ ഷറഹിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഖാദി അബൂബക്കർ ഫി ഷറഹി തുർമുദി താലിഖുൽ ഖുർആൻ ലൈസ മിൻ തരീഖി സുന്ന. എന്താണ്? ഈ ഖുർആൻ ഓതിയിട്ട് തന്നെ ഏലസുകൾ കെട്ടല്, ഉറുക്ക് കെട്ടല് നബിചര്യയുടെ ഭാഗമേ അല്ല. ഇത്രയും വിഷയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇസ്ലാമിൽ ഇത് എന്തല്ല, അനുവദനീയമായ വിഷയം അല്ല. ഇനി ഉറുക്കും ഏലസും കെട്ടുന്നതിന്റെ മതവിധി എന്ത്? ഉറുക്കും ഏലസും കെട്ടുക എന്ന് പറഞ്ഞ ഷിർക്കാണ്. മതവിധി ഷിർക്കാണ്. കാരണം ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരാൾ ഉറുക്ക് കെട്ടുമ്പോൾ അതിനെ ആശ്രയിക്കുന്നു. അപ്പൊ ആശ്രയം അള്ളാഹിനെ വിട്ട് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈമാൻ നഷ്ടപ്പെടുന്നു, അല്ലെ? ഈമാനിന്റെയും, അതായത് തൗഹീദിന്റെയും ഷിർക്കിന്റെയും ഇടയിൽ എന്തില്ല? ഇവരെ തമ്മിൽ സമന്വയിപ്പിക്കുന്ന വേറൊന്നില്ല. ഒന്ന് തൗഹീദ് വിട്ടാൽ ഷിർക്ക്, അല്ലെ? അല്ലെങ്കിൽ കുറച്ച് തൗഹീദ് കുറച്ച് ഷിർക്ക് എന്ന് പറയുന്ന ഒരു വിഷയം എവിടെയില്ല? ഷിർക്ക് തൗഹീദിലില്ല. ഉണ്ടോ? ഇല്ല. അപ്പോ ഈമാൻ പോയി കഴിഞ്ഞാൽ പിന്നെന്തായി? കാഫിറായി. അതിന്റെ കാരണം അവർ ഇതിൽ ആശ്രയം പ്രാപിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് തങ്ങളുടെ രക്ഷയായി മാറും എന്ന നിലയ്ക്കാണ്. ഇതുകൊണ്ടാണ് ഇത് ഷിർക്കിന്റെ ഭാഗമായി തീരുന്നത്. മാത്രമല്ല, തൗഹീദ് ക്രിയാത്മകമായതുകൊണ്ട്, നേരത്തെ സൂചിപ്പിച്ച പോലെ തൗഹീദ് ക്രിയാത്മകമായതുകൊണ്ട് ഒരു നിലയിലുള്ള പ്രതീകങ്ങളും ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്തെങ്കിലും ഒരു പ്രതീകം വെക്കാനുള്ള വകുപ്പുണ്ടോ? ഇല്ല. എന്തിനെങ്കിലും ഒന്ന്, ഒരു മുസാഫ്, അതിന്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴുത്തിൽ അണിഞ്ഞടക്കാൻ പറ്റുമോ? പറ്റൂല, അല്ലെ? ഇന്ന് വരെ അത് ഉണ്ടായിട്ടില്ല. കാരണം പണ്ടേ ആ വിഷയമില്ല, അല്ലെ? ഖുർആന്റെ ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കുക, അതിന്റെ പ്രഭ ചൊരിയുന്ന ഈമാനുള്ളവരായി തീരുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ അത് കെട്ടുക എന്നത് ശിർക്കിന്റെ ഭാഗമാകുന്നു. അവർ ഏതിനെ ആശ്രയിക്കുന്നു? പടച്ചവനപ്പുറത്ത് ഇതിന്റെയൊക്കെ സഹായത്താൽ എനിക്ക് മെച്ചപ്പെടാമെന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതാണ്. ഇനി മൂന്നാമത്തെ, കണ്ണേർ ഫലിക്കുമോ എന്നുള്ളതാണ്. കണ്ണേർ. അപ്പൊ അതിനു മുമ്പ് അഞ്ചാമത്തെ ചോദ്യം, എന്താണ് കണ്ണേർ എന്നൊന്ന് പറയാം. എന്താണ് കണ്ണേർ? ഒരാൾ മറ്റൊരാളുടെ നന്മ കണ്ടിട്ട്, കാരണം ഇതെല്ലാം തിന്മയുമായി ബന്ധപ്പെട്ടാണല്ലോ, പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒരാളുടെ നന്മ കണ്ടിട്ട് അതിൽ ആശ്ചര്യപ്പെടുകയോ അത്ഭുതപ്പെടുകയോ അല്ലെങ്കിൽ മനസ്സിൽ ഇവൻ ഉഷാറായല്ലോ എന്ന് വിചാരിക്കുകയോ ചെയ്യുമ്പോൾ അവന്റെ നന്മകൾ നശിച്ചു പോകുന്നതിനാണ് എന്ത് പറയാ? കണ്ണേർ എന്ന് പറയാ. അങ്ങനെ ഒരാളുടെ ആഗ്രഹപ്രകാരം അയാൾ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ വ്യവസ്ഥ വെച്ച വിഷയങ്ങളിലൂടെ അല്ലാതെ, കാരണം ഒരാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ദേഷ്യം കൊണ്ട് കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കാം, അല്ലെങ്കിൽ അയാളെ കല്ലെറിഞ്ഞിട്ട് പരിക്കേൽപ്പിക്കാം, അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് അയാളെ അടിക്കാം, അയാളെ രാത്രി ഒറ്റയ്ക്ക് വരുമ്പോൾ പേടിപ്പിക്കാം. പല രൂപത്തിൽ അയാൾ എന്ത് ചെയ്യാം? അള്ളാഹു ഇവിടെ വെച്ച സംവിധാനങ്ങളിലൂടെ അയാളെ ഉപദ്രവിക്കാം. അതിനപ്പുറം വെറും കണ്ണുകൊണ്ടിങ്ങനെ നോക്കിയിട്ട് മനസ്സിന്റെ അയാളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇയാൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുക എന്നത് സംഭവ്യമല്ല. അങ്ങനെയുള്ള വിഷയങ്ങൾക്കാണ് കണ്ണേർ എന്ന് പറയാം. കണ്ണേർ. ഒരാൾ നോക്കിയിട്ട് എന്താവുക? മറ്റുള്ളവരുടെ നന്മകൾ നശിച്ചു പോവുക, അല്ലെ? കുട്ടി വീട്ടുമുറ്റത്ത് കളിച്ചോണ്ടിരിക്കുകയാണ്, ഒരു 3 വയസ്സായ കുട്ടി. അപ്പോ പോയ ഒരാൾ അഭിപ്രായം പറഞ്ഞു, മോൻ നന്നായി ഓടിക്കളിക്കുന്നുണ്ടല്ലോ, നല്ല മോന, അല്ലെ? ഇതോടുകൂടി തീർന്ന് കുട്ടിയുടെ കാര്യം പോയി, അല്ലെ? കുട്ടിയാകെ മിണ്ടുന്നുമില്ല, മിണ്ടാട്ടവും ഇല്ല, ഉഷാറും ഇല്ല, ഒന്നുമില്ല, അല്ലെ? ഈ രൂപത്തിലേക്ക് മാറുന്നു. ഇതിനാണല്ലോ കണ്ണേർ എന്ന് പറയാം. കണ്ണേർ എന്ന് പറയുന്നത് അതിനാണ്. അപ്പോ ഇങ്ങനൊരു വിഷയം ആരുടെയെങ്കിലും നോട്ടവുമായി ബന്ധപ്പെട്ട് വരണമെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് ജോലിയൊന്നുമില്ലല്ലോ, അല്ലെ? അള്ളാഹ് പറയുന്നു എന്ത്? എല്ലാം നാമാണ് തീരുമാനിക്കുന്നത്. വലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർദ്. അവിടെ മുതൽ ഇങ്ങോട്ട് വായിക്കണം. ഈ ആകാശഭൂമികളുടെ മുഴുവൻ ആധിപത്യവും അള്ളാഹുടെ അടുത്താണ്, അല്ലെ? അള്ളാഹുടെ അടുത്താണ്. വേറെ ആർക്കും അതിൽ പങ്കില്ല. അത് സൃഷ്ടി മുതൽ അതിന്റെ നിലനിൽപ്പിലും അതിന്റെ മറ്റ് എല്ലാ വിഷയങ്ങളിലും അതിൽ സംവിധാനങ്ങളും വ്യവസ്ഥകളും ഒരുക്കിയതിലും അള്ളാഹ് മാത്രമേ പങ്കുള്ളൂ. എന്റെ പുറത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എല്ലാ ജീവിതത്തെ സുഖ ദുഃഖ സമ്മിശ്രമാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ്. സുഖമുണ്ട്, ദുഃഖമുണ്ട്.
സന്തോഷമുണ്ട്, പ്രയാസമുണ്ട്. ഇത് ജീവിതത്തിന്റെ ഭാഗമാണ് തിരിച്ചറിയുക. സുഖമുണ്ടാകുമ്പോൾ ഓക്കെ അൽഹംദുലില്ലാഹ് ഒക്കെ പറഞ്ഞ് റെഡിയായി. പ്രയാസങ്ങൾ വരുമ്പോഴോ അന്വേഷിച്ചറിയാൻ പോകുന്നു, പ്രതിവിധി നോക്കുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ നോക്കുന്നു, അല്ലെ? പിന്നെ അത്തരം വിഷയങ്ങളിൽ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കാനും ആളുണ്ടാവും. എന്ത് ദാരിദ്ര്യമുണ്ട്, എന്ത് ചെയ്യണം? ടി വിയിൽ ഷോകളൊക്കെ ഉണ്ട്. ദാരിദ്ര്യം മാറാൻ എന്താണ് ചെയ്യേണ്ടത്? ചോദ്യം, അല്ലെ? ചോദ്യത്തിന് മറുപടി. ദാരിദ്ര്യം മാറാൻ സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഓതുക, അല്ലെങ്കിൽ 101 തവണ സൂറത്തുൽ വാഖിയ ഓതുക, അല്ലെ? ആൻസർ കേട്ടാൽ തോന്നും സൂറത്തുൽ വാഖിയ 101 പ്രാവശ്യം ഓതാത്തോണ്ടാണ് മൂപ്പർക്ക് ദാരിദ്ര്യം വന്നത് എന്ന്. അങ്ങനെയല്ല. അത് നബി ചില വിഷയങ്ങൾക്ക് അങ്ങനെയൊക്കെ ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ കാരണം എന്താണെന്നറിയും? ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെയാണ്. അപ്പൊ നബി പറഞ്ഞു, നീ സൂറത്തുൽ വാഖിയ ഓത്, അല്ലെ? പക്ഷെ ആ സഹാബി അദ്ദേഹത്തിന്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് ആ ദാരിദ്ര്യാവസ്ഥയിൽ തന്നെയാണ്, അല്ലെ? നമ്മളെ വിഷയത്തിൽ ഇത്തരം മറുപടികളൊക്കെ കേൾക്കുമ്പോ 101 പ്രാവശ്യം ദാരിദ്ര്യമുള്ള ആള് സൂറത്തുൽ വാഖിയ ഓതുന്നു. അവന്റെ വിചാരം ഒരു ടാറ്റയോ ബെർളയോ ഉടനെ ആവും, അല്ലെ? അതാണല്ലോ ദാരിദ്ര്യം മാറലും ഉദ്ദേശിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞ ആശയം വേറെയാണ്. റസൂലുള്ളാഹി പറഞ്ഞത് എന്തിനാണ്? സൂറത്തുൽ വാഖിയ സ്വർഗത്തിലെ മഹനീയതകളും, അല്ലെ? സൂറത്തുൽ വാഖിയയിലാണല്ലോ കിടക്ക നമ്മുടെ കട്ടിലിന്റെ നൂല് സ്വർണം കൊണ്ടാന്ന് പറഞ്ഞു, അല്ലെ? അങ്ങനെ വളരെ ലളിതമായ വിഷയങ്ങൾ പോലും മനുഷ്യന്റെ ഏറ്റവും വലിയ ആസ്വാദ്യതയിലേക്ക് നിവർത്തി നിർത്തുകയാണ്. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ സ്ഥിരമായി വായിച്ചപ്പോൾ, അവർക്ക് അറബി അറിയല്ലോ, ഇതിങ്ങനെ വായിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം മാറുകയാണ്. എവിടത്തെ ദാരിദ്ര്യം? മനസ്സിന്റെ ദാരിദ്ര്യം മാറുകയാണ്. എന്ത്? ഇത് നേടാൻ പോകുന്ന ഞാന് ഇവിടെ കിടന്ന് ഈ ചില്ലറ പരിതാപവും പരിവട്ടവും പറയുന്നത് എന്തിന്, അല്ലെ? മനസ്സിന്റെ ദാരിദ്ര്യം അങ്ങ് മാറി. അദ്ദേഹം നബിയുടെ അടുക്കൽ വന്ന് ദാരിദ്ര്യം പറഞ്ഞ വ്യക്തി മരണപ്പെടുന്നത് മഹാസമ്പന്നനായിട്ടാണ്. ഏത് സമ്പത്ത്? ഏത് സമ്പത്ത്? ഇത് സ്വർഗമെന്ന മഹാസമ്പത്തുമായിട്ടാണ് പോയത്, അല്ലെ? അപ്പൊ ഇസ്ലാം പറയുന്ന എല്ലാ വിഷയങ്ങളും അങ്ങോട്ടാണ് ചേർത്ത് വായിക്കേണ്ടത്. എങ്ങോട്ട്? ദുനിയാവിലേക്കല്ല വായിക്കേണ്ടത്, പരലോകത്തേക്കാണ്. ഒരു ഉദാഹരണം പറയാം പെട്ടെന്ന് മനസ്സിലാകാൻ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരു മജൂസി വന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങളുടെ നബി പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ മുഹമ്മദ് നബി പറഞ്ഞ പൊട്ടത്തരം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ ദുനിയാ ജന്നത്തുൽ കാഫിരി വസിജിനുൽ മുഅ്മിൻ എന്ന് നിങ്ങളെ നബി പറഞ്ഞില്ലേ? ആ പറഞ്ഞു. അത് പൊട്ടത്തരല്ലേ? പോയത്തരം പറഞ്ഞു, അല്ലെ? എന്താന്ന് ചോദിച്ചു. ഈ ദുനിയാവ് കാഫിറുകൾക്ക്, നിങ്ങളെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ കാഫിറുകളാണല്ലോ, അവർക്കൊക്കെ ഇവിടെ എന്താണ് സ്വർഗവും പിന്നെ നിങ്ങൾക്ക് ജയിലുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ ഞങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾ സൗഭാഗ്യത്തിൽ ജീവിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ എന്ത് അപമാനത്തിൽ ജീവിക്കുന്നു, നിങ്ങൾ നമ്മളെ കാഫിറാന്ന് വിളിക്കുന്നു, അല്ലെ? അങ്ങേറ്റം അപമാനത്തിൽ ജീവിക്കുന്നു. അപ്പൊ നിങ്ങൾ നബി പറഞ്ഞത് പൊട്ടത്തരല്ലേ എന്ന്, അല്ലെ? ശരിയല്ലേ? ശരിയല്ലേ? ആണ്, അല്ലെ? അപ്പൊ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിന്റെ വിഷയങ്ങളൊക്കെയും ദുനിയാവുമായി ബന്ധപ്പെട്ട് മാത്രം പറയുന്നതല്ല, അതിന് സ്വർഗവും നരകവുമായി ബന്ധപ്പെട്ട എല്ലാ കാലഘട്ടത്തെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വിശാലതയുണ്ട്. ഞങ്ങൾക്ക് ഇനി കിട്ടാനിരിക്കുന്ന സ്വർഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താ? ഞങ്ങൾക്കിവിടെ ഒരു ജയിലാ, അല്ലെ? സ്വർഗമെന്ന വിശാലതയും ആ സ്വാതന്ത്ര്യവും ലഹുമായ യശാഉന ഫിഹ എല്ലാം കിട്ടാവുന്നിടത്തേക്ക് പോകുമ്പോ ഇതെന്താ? ദുനിയാവ് ജയിലാണ്. നിങ്ങൾ പോകാനിരിക്കുന്ന നരകവുമായിട്ടൊന്ന് ബന്ധിപ്പിച്ചു നോക്കിയാൽ ഇതെന്താ? സ്വർഗം, അല്ലെ? നരകശിയിലേക്ക് പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചോളം ദുനിയാവ് ഗംഭീര സ്വർഗാണ്. അതാ മുഹമ്മദ് നബി പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ നമ്മൾ വിഷയങ്ങളെ പരലോകവുമായി ബന്ധിപ്പിച്ച് ചേർത്ത് വായിക്കുക. ഇവിടെ എന്തെങ്കിലും ഗുണം കിട്ടുക, തൽക്കാലം കഴിച്ചിലാകുക എന്നുള്ളതല്ല. അതിനപ്പുറം ഞാൻ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണോ അല്ലേ എന്ന് ചിന്തിക്കുവാൻ ബാധ്യസ്ഥരാകുന്നു. ഇനി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് അന്ധവിശ്വാസം ഉടലെടുക്കുകയാണ്. ആരെങ്കിലുമൊക്കെ പറയുന്നു, കണ്ണേർ വലിക്കും, ശരി, അപ്പൊ കുട്ടിക്ക് കണ്ണേർ വലിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? കുട്ടി എന്തെങ്കിലും അഭിപ്രായം കേട്ടിട്ട് എന്തെങ്കിലും രോഗമൊക്കെ എപ്പോഴും ആർക്കും വരാലോ. എന്തെങ്കിലും വിഷയം വന്നാൽ കുട്ടിയുടെ തലയ്ക്ക് മുളക്, ഉപ്പ്, കടുക് എന്നിവ ഇങ്ങനെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് അടുപ്പിലേക്ക് ഇടും, പടപടേന്ന് പൊട്ടും, അല്ലെ? എന്നിട്ട് പറയും, ആ കണ്ണേറിന്റെ സ്ട്രോങ്. ഇനി കണ്ണേറൊന്നും ഇല്ലാതെ കുട്ടിയുടെ തലയ്ക്കൊന്നും ഒഴിയാതെ ഇത് ഈ 3 സാധനം അടുപ്പിലേക്ക് ഇട്ടാലും ഇങ്ങനെ തന്നെ പൊട്ടും, പടപടയെന്ന്. കാരണം ഈ 3 സാധനം അങ്ങനെ പൊട്ടുന്നതാണ്, അല്ലെ? അപ്പൊ ഇതൊക്കെയാണെന്ത് ഇതിലെ തട്ടിപ്പുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഇത്തരം അന്ധവിശ്വാസങ്ങള് ഒന്ന് വിശാലമായി പോകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മുക്തമാകണം. ഇതൊന്നും ഇസ്ലാമിന്റെ രീതികളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണുള്ളത്?
ഓരോ മനുഷ്യന്റെ ജീവനേക്കാൾ അടുത്ത് നിറഞ്ഞ സാന്നിധ്യമായി നിലനിൽക്കുന്നു. ആര്? ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുള്ള പടച്ചവൻ. പിന്നെന്തിന് ഇത്തരം വിഷയങ്ങളെ ആശ്രയിക്കുന്നു? ഇത് നമ്മളത്ര കഴിവുപോലുമില്ല. നമ്മൾ പൊട്ടിച്ചാൽ പൊട്ടുന്നത്, നമ്മൾ കെട്ടിയാൽ കെട്ടി വീഴുന്നത്, അല്ലേ? ഇതല്ലേ ഉള്ളൂ. പിന്നെ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കാമല്ലോ, ഈ ഓതി ഊതുമ്പോൾ കാറ്റിനെ കെട്ടി നിർത്താൻ കഴിയില്ല എന്നുള്ളത് ലോകത്തെ ഏത് മന്ദബുദ്ധിക്കും അറിയുന്ന കാര്യമല്ലേ? കാറ്റിനെ കെട്ടി നിർത്താൻ പറ്റൂല. അപ്പൊ എന്താ? ഒരു ചരടെടുക്കുന്നു, അതിലേക്ക് കുൽഹു അല്ലാഹു അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞ് ഒറ്റ ഊത്താണ്, ഒറ്റക്കെട്ട്. കുൽഹു അല്ലാഹു ഇങ്ങനെ കുത്തനെ നിൽക്കുന്നു എന്നുള്ള രൂപത്തിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ഇത് കെട്ടിയിട്ട് അടക്കുന്നത്, അല്ലെ? അതുപോലെ ഇനി ഈ പറഞ്ഞു കഴിഞ്ഞോടുകൂടി കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞോടുകൂടി സൂറത്ത് ഇഖ്ലാസ് അവസാനിച്ചില്ലേ? പിന്നെയല്ലേ ഊതുന്നത്? ഇത് വെറും ഊത്തല്ലേ, അല്ലെ? ഈ ഊത്താണ് സൂറത്ത് ഫലക്കിൽ പറഞ്ഞത്. ആ ഊത്ത് വേണ്ടാന്ന്, അല്ലെ? അവരെ ഷറിൽ നിന്ന് എന്ത് ചെയ്തോളണം? രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചത്. അല്ലേ? 1 മിനിറ്റ് ഉണ്ട് കഴിഞ്ഞു. അപ്പൊ ഏകദേശം ഇൻഷാ അല്ലാഹ് സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിടാനുള്ള അവസരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. നമ്മുടെ വിശ്വാസം ശുദ്ധീകരിക്കുവാനും സത്യത്തെ സത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനും അസത്യത്തെ അസത്യമായി കണ്ടുകൊണ്ട് തള്ളിക്കളയാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പിഴവുകളിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിച്ച് അള്ളാഹുവിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന അന്തസ്സുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ ജീവിച്ചു മരിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.